നമ്മൾ കായലെന്ന് കേട്ടിട്ടുണ്ടോ? കായലുകളുടെ നാടെന്നറിയപ്പെടുന്നത് എന്തിനെയാണെന്നറിയാമോ? കായലുകളുടെ നാടെന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? കേരളത്തെയാണ്. കായലുകളുടെ നാട് കേരളം. അപ്പം കേരളത്തിലെ ആകെ കായലുകളോ? കേരളത്തിലാകെ 34 കായലുകൾ. കേരളത്തിലാകെ 34 കായലുകൾ. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണെന്നറിയാമോ? പൂക്കോട് തടാകം, വയനാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകം, വയനാട്. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഉയരത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? പൂക്കോട് തടാകമാണ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? പൂക്കോട് തടാകമാണ്. അതുപോലെ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ ഏതാണ്? വേളിക്കായൽ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ ഏതാണ്? വേളിക്കായലാണ്. അതുപോലെ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ഏതാണ്? വെള്ളായണി കായലാണ്. വെള്ളായണി കായലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിലാകെ 34 കായലുണ്ട്. അതുപോലെ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഏതാണ്? ഉപ്പളക്കായൽ, കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും ചെറിയ കായൽ ഏതാണ്? ഉപ്പളക്കായൽ, കാസർഗോഡ്. കാസർഗോഡാണ്. അതുപോലെ തന്നെ കഠിനംകുളം തടാകത്തെയും വേളി തടാകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തോടാണേത്? പാർവതി പുത്തനാർ. പണിയെടുപ്പിച്ചതാണ് റാണി പാർവതി ഭായിയാണ്.